ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്റെ എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളെല്ലാരെയും ആ സ്നേഹവും നല്ല വാക്കുകളുമാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യാനുള്ള ധൈര്യം എനിക്ക് തന്നത്. ഇന്ന് ഞാനിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ കാവൽമാലാകെ കുറിച്ചാണ്. അത് മറ്റാരുമല്ല, എന്റെ ഉമ്മ തന്നെയാണ്. കീമോയോ റേഡിയേഷനൊക്കെ ചെയ്തിട്ടേ ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയത്ത് എന്റെ ഉമ്മ എന്നെ നോക്കിയതേ ഒരു ചെറിയ കുട്ടിനെ പോലെ ആയിരുന്നു. അത്രക്ക് സ്നേഹത്തോടെ, അത്രയും കരുതലോടെ ആയിരുന്നു. എത്രയോ രാത്രികള് എനിക്ക് വേണ്ടിയിട്ട് എന്റെ ഉമ്മ ഉറങ്ങാതെ കാവലിരുന്നിട്ടുണ്ട്. ചില ദിവസങ്ങളില് വേദനക്കൊരിത്തിരി ആശ്വാസം കിട്ടുമ്പോ ഞാൻ ചിലപ്പോ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. വീണ്ടും വേദന വന്നാ ഞാൻ നെറ്റിയണരും. അപ്പൊ ഞാൻ നോക്കുമ്പോ ആ പാവം ഉണ്ടാവും എന്റെ കാലിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. എന്നെ തൊട്ടും തലോടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കരഞ്ഞിരിക്കണ എന്റെ ഉമ്മാനെ എത്രയോ തവണ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഉമ്മാക്കറിയും വേദന വന്നു കഴിഞ്ഞാൽ എണീക്കും, എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഛർദിക്കും. എന്റെ മതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഇങ്ങനെ തടയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഞാൻ എന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും. പക്ഷെ ഒരിത്തിരി പോലും വെറുപ്പോ മടുപ്പോ ആ മുഖത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ചെറുതായിരിക്കുന്ന സമയത്തേ നമ്മുടെ അമ്മമാരെ നെഞ്ചിന്റെ ചൂട് തട്ടിയിട്ടാവില്ലേ കിടന്നിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? പക്ഷെ എനിക്കുണ്ട്. ചില ദിവസങ്ങളില് നട്ട പാതിരാത്രി ആയിട്ടുണ്ടാവും. വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ കടന്ന് കരയും. ആ സമയത്തെ എന്റെ ഉമ്മ ഉണ്ടല്ലോ നെഞ്ചോട് ചേർക്കും. അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ട്. ഒരു മരുന്നിനും തരാൻ പറ്റാത്ത ആശ്വാസം. എന്റെ ഉമ്മാക്കേ വാശിയായിരുന്നു. ഒരു മരണത്തിന് എന്റെ മോള് വിട്ടുകൊടുക്കൂല എന്നുള്ളൊരു വാശി. ഒരു പക്ഷെ അന്ന് എന്നെ നോക്കാന് എനിക്ക് തണലായി എന്റെ ഉമ്മന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നോ മരണത്തിന് കീഴടങ്ങിയേനെ. അൽഹംദുലില്ലാ, ഇന്ന് ക്യാൻസർ എന്ന ആ രോഗത്തേക്ക് അതിജീവിച്ച് നിങ്ങളൊക്കെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ഉമ്മാന്റെ ആ വാശിയാണ്. ആ കണ്ണീരോടുള്ള പ്രാർത്ഥനയുടെ ഫലമാണ്. സത്യം പറഞ്ഞ എന്റെ ഉമ്മാനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ജന്മം തന്നെ മതിയാവില്ല. അത്രക്കുണ്ട് അനുഭവങ്ങൾ. ഈ ലോകത്ത് ഉമ്മയേക്കാൾ വലിയൊരു മരുന്നില്ല എന്നാണ് എന്റെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ച പാഠം. നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മളെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മമാരുണ്ട്. അവരെ നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കുക, സ്നേഹിക്കുക. പിന്നെ എന്റെ ഉമ്മാനോടുള്ള സ്നേഹം പങ്കുവെച്ചുകൊണ്ടും എന്റെ ഉമ്മാനെ പോലത്തെ മറ്റെല്ലാ ഉമ്മമാർക്ക് വേണ്ടിയിട്ടും ഞാനിവിടെ ചെറുതായിട്ട് 4 വരി പാട്ട് പാടുന്നു. നേരം ഉമ്മാനെ വേണം, ഉടനെ തഴുകിടുന്നതുമാറും ഉലകിൽ ചിറകുയർത്തി പാറും. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ, ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമാത്താലും മനസ്സിൽ പതിയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ മുഖമേ. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ, ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. പിന്നെ എന്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തുടർന്നും നിങ്ങളെല്ലാവരെയും സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം.